അതെ, നമ്മൾ ശർക്കരപ്പേരിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓണസദ്യ കഴിക്കാനായിട്ട് ഇല വിരിക്കുന്ന സമയത്ത് ഇലയുടെ ഇടത്തെ ഭാഗത്ത് ഇട്ട് കൊടുക്കുന്ന ഉപ്പേരികളിലൊന്നാണ് ഈ ഒരു ശർക്കര ഉപ്പേരി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നേരത്തെ കൂട്ടി ഉണ്ടാക്കി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് കലക്കി വെക്കുന്നുണ്ട്. നമ്മൾ കായൊക്കെ നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ കരയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കായ എടുക്കുമ്പോഴും നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഒത്തിരി പാകം കുറഞ്ഞ മൂപ്പ് കുറഞ്ഞ കായയും അതുപോലെ ഒത്തിരി മൂത്ത കായും എടുക്കാൻ പാടില്ല ഇങ്ങനെ വറുക്കാനായിട്ട്. അങ്ങനെ മൂപ്പൊക്കെ കൂടിയ കായൊക്കെ ആകുമ്പോൾ അത് വറുത്ത് വരുമ്പോൾ പദം പോലെയായിട്ട് ഇരിക്കുക, ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് മീഡിയം മൂപ്പായിട്ടുള്ള കായ വേണം നമ്മൾ എടുക്കാൻ. എന്നിട്ട് അതിൻ്റെ ആ ഒരു തൊലി നമുക്ക് അങ്ങനെ പൊളിച്ച് കളയണം. അപ്പോൾ ഒന്ന് കത്തി കൊണ്ട് വരഞ്ഞിട്ട് കത്തിയുടെ ആ തുമ്പ് വെച്ചിട്ടൊന്ന് അടർത്തി കൊടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പൊളിച്ച് കളയാം കേട്ടോ. അപ്പോൾ ഒരു കായ ഞാൻ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഈ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല. ആ തൊലി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ ഒരു കായ നടുകയെ ഒന്ന് കീറി കൊടുക്കണം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ശർക്കര വരട്ടിക്കുള്ള ചെറിയ പീസുകളായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആദ്യം കലക്കി വെച്ചിട്ടുള്ള മഞ്ഞൾ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കട്ടിക്ക് നമ്മൾ ഈ ഒരു കായ നുറുക്കിയെടുക്കാൻ പാടില്ല. കാരണം ഒത്തിരി കട്ടിക്ക് നുറുക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വറുക്കുന്ന സമയത്ത് ഉള്ളിലോട്ടൊന്നും ചിലപ്പോൾ ക്രിസ്പി ആയിട്ട് കിട്ടില്ല. കുറേ നേരം എടുക്കേണ്ടി വരും അതൊന്ന് ഇങ്ങനെ ക്രിസ്പിയായി കിട്ടാനായിട്ട്. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അതാണ് കൂടുതൽ നല്ലത്. എളുപ്പത്തിലാവാനായിട്ട് ഏറ്റവും നല്ലത് കട്ടി കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാതും ഒരേ ഒരു ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കിത് മഞ്ഞൾ വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 കായ ഇതുപോലെ നുറുക്കിയിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് മഞ്ഞൾ വെള്ളത്തിൽ നിന്നും എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ വെള്ളം കൂടുതലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ നേരെ നല്ല ചൂടായ എണ്ണയിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ വെള്ളം നനവൊക്കെ ഉണ്ടാകുമ്പോൾ അത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരണം. എന്നിട്ട് മാത്രമേ നമ്മൾ കായ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ കായ മുഴുവനായിട്ടും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 3 മിനിറ്റിന് ശേഷം നമുക്ക് തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. കാരണം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമേ നന്നായി ക്രിസ്പി ആയി വരും, എന്നാൽ ഉള്ളിലോട്ട് വേവ് ആയി കിട്ടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നീട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി നമുക്കത് ക്രിസ്പി ആവുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് അത് വറുത്തെടുക്കണം. അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ നമ്മളത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ പാടുള്ളൂ. അതുവരെ ലോ ഫ്ലെയിമിലിട്ട് അത് വറുത്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് നമ്മുടെ കായയുടെ കളറൊക്കെ ചേഞ്ചായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് ക്രിസ്പി ആയോന്ന് ഇടയ്ക്ക് നമുക്ക് അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ഉൾഭാഗം നന്നായി വെന്ത് നന്നായിട്ട് ക്രിസ്പിയായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കായൊക്കെ റെഡിയായി. അപ്പോൾ ഏകദേശം നമ്മുടെ കായൊക്കെ റെഡിയായി വന്നു തുടങ്ങിയിട്ടുണ്ട്, ക്രിസ്പി ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശർക്കര വരട്ടിയൊക്കെ നല്ല ടേസ്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കായ നന്നായിട്ട് വറുത്തെടുക്കണം. കായ നന്നായി വറുത്തെടുത്തില്ലെങ്കിൽ ശർക്കര വരട്ടിയുടെ ആ ഒരു ടേസ്റ്റൊന്നും കിട്ടില്ല. അതുപോലെ നല്ല സ്പോഞ്ചി ആയിട്ടാവും ഇരിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കായ നന്നായിട്ട് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു അരിപ്പ പോലത്തെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കത് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പിയാണ്. ഇനി നമുക്കിത് നന്നായി തണുക്കാനായിട്ട് വെക്കാം. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ശർക്കര പാനി റെഡിയാക്കാം. അതിനുവേണ്ടി 1 കപ്പ് ശർക്കര പൊടിച്ചത് ഞാൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട്, ഞാനിപ്പോൾ ഒരു ചീഞ്ചട്ടിയിലോട്ട് അരിച്ചൊഴിക്കുന്നുണ്ട്. കാരണം അതിൽ കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അരിച്ചൊഴിക്കുന്നത്. ഇപ്പോൾ ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ശർക്കരപ്പാനി നല്ലതുപോലെ കുറുകി ഒരു നൂൽപ്പാവ് പരുവമാവുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി നൂൽപ്പാവ് പരുവമായി. ഇനി ഇതിലേക്ക് നമ്മൾ തണുത്തിട്ടിരിക്കുന്ന കായ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ശർക്കരപ്പാനി ആ ഒരു കായയുടെ എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ ആക്കി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഏലക്കായും കൂടി പൊടിയും പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഒന്നും കൂടി അതൊന്ന് തിക്കായി വരും. ശർക്കരപ്പാനിയൊക്കെ നന്നായി തിക്കായി വരും. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ ചുക്കിൻ്റെ പൊടിയും അതുപോലെ പഞ്ചസാര പൊടിച്ചതും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ആ ഒരു തിക്നെസ് വരാനാണ് നമ്മൾ ശർക്കര വരട്ടിയുടെ മുകളിലൊക്കെ നല്ലൊരു തിക്ക് കോട്ടിംഗ് അല്ലേ ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു പരുവമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ചൂട് കുറച്ചൊന്ന് കുറയുന്ന സമയത്ത് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ ആ ഒരു കളർ കണ്ടില്ല, ആ ഒരു ടെക്സ്ചർ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചുക്കിൻ്റെ പൊടി കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ അത്രയും പെർഫെക്റ്റായിട്ട് ആ കളറും എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര വരട്ടി റെഡിയായി. ഇനി ഇപ്രാവശ്യം ഓണത്തിന് നമുക്ക് വീട്ടിൽ തന്നെ ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ നല്ല ടേസ്റ്റാണ്. പിന്നെ ആ പൊടിയായാലും വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വെക്കാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് സോഫ്റ്റ് ആയിട്ട് പോവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.